ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സന്തോഷം എന്നും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു ദിവസം പ്രാർത്ഥിച്ചു, അടുത്ത ദിവസം കിടന്നുറങ്ങും, പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. പിന്നെ വീണ്ടും ആവശ്യം വരുന്നു, നേരെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. കുറേ കാലം കഴിഞ്ഞ് എന്തെങ്കിലും ആവശ്യം നടന്നില്ല, പിന്നെ എന്ത് സംഭവിക്കും? എന്നാൽ പ്രാർത്ഥന മടുത്ത് പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് ചിന്തിക്കാൻ തുടങ്ങും. എന്നാൽ നിരന്തരമായിട്ട് ദൈവസാന്നിധ്യത്തിൻ്റെ സന്തോഷം അനുഭവിക്കുന്ന വ്യക്തിക്ക് ദൈവത്തോടുള്ള ആ ഒരു ബന്ധം അബ്രാഹത്തിൻ്റെ ആ ബന്ധം പോലെ തന്നെയാണ്. ദൈവമേ, എന്താണ്? എന്നെ കടന്നു പോകരുത്. മറ്റ് അനുഗ്രഹങ്ങളെക്കാൾ ഉപരിയായിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് എന്ന് അബ്രാഹാം മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ എന്നുള്ള ആ വലിയൊരു നിയോഗം അബ്രാഹാം ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. കർത്താവേ, അങ്ങനെ കടന്നു പോകരുത്. ഇവിടെ ഈ കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, വചനം ശ്രവിക്കുന്ന നിങ്ങളോടും പറയുവാനുള്ളത് എന്താണ്? ദൈവമേ, എന്നെ കടന്നു പോകരുതേ, എൻ്റെ കൂടെ വസിക്കണമേ. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് കൈകൾ ഹൃദയത്തോട് ചേർത്ത് പ്രാർത്ഥിക്കാം. എന്താണ്? കർത്താവേ, എന്നെ കടന്നു പോകരുതേ, കർത്താവേ, എന്നെ കടന്നു പോകരുതേ, എൻ്റെ കൂടെ വസിക്കണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങയുടെ ദാസനെ കടന്നു പോകരുതേ. വീണ്ടും അബ്രാഹാം പ്രാർത്ഥിക്കുന്നു, കാല് കഴുകാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ, കാല് കഴുകാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ. അടുത്ത പരിചരണത്തിലേക്ക് അബ്രാഹാം കടക്കുകയാണ്. മരത്തണലിൽ ഇരുന്ന് വിശ്രമിക്കുക. വീട്ടിൽ അതിഥികൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യം ചെയ്യുന്നത് എന്താണ്? അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യും, അവരെയൊക്കെ സ്നേഹത്തോടെ വിളിച്ച് വീട്ടിലിരുത്തും. ഇതുപോലെ തന്നെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആചാരമായിരുന്നു എന്താണ്? ദൂരെ നിന്ന് യാത്ര ചെയ്തും അടുത്തു വരുന്നവർക്ക് ആദ്യം ശരീരം ശുദ്ധീകരിക്കുവാൻ വേണ്ടി കൈകാലുകളൊക്കെ കഴുകുവാൻ വെള്ളം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ ഈ തണുത്ത വെള്ളം ഈ വെയിലത്ത് നടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കും? ശരീരമൊക്കെ ചൂടായിട്ടിരിക്കും. കാലുകളൊക്കെ കഴുകി അങ്ങനെ ഈ പൊടിയും ചെളിയും ഒക്കെ മാറ്റിയിട്ട് സ്വസ്ഥമായിട്ട് ശുദ്ധമായിട്ട് അവർ വിശ്രമിക്കുന്നു. അങ്ങനെ കാല് കഴുകുവാൻ വേണ്ടി വെള്ളം കൊണ്ടുവരുന്നു. അടുത്ത പരിപാടി എന്താണ്? മരത്തണലിലിരുന്ന് വിശ്രമിക്കുക. എന്താ മരത്തണൽ? ഫാനിട്ട് കൊടുത്തു, AC കൊടുത്തു എന്നാണ്. ആ കാലഘട്ടത്തിൻ്റെ ഫാനും AC-യും ഒക്കെയാണ് എന്താ? മരത്തണലിലിരുന്ന് വിശ്രമിക്കുക. അടുത്ത ഉപചാര മര്യാദ അബ്രാഹാം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കും ദൈവത്തോടുണ്ടായിരിക്കേണ്ട മനോഭാവം ഏതാ? ദൈവത്തെ വ്യത്യസ്ത രീതികളിൽ ശുശ്രൂഷിക്കുവാനുള്ള ഒരു വ്യഗ്രത. മനുഷ്യരെ നമ്മൾ എന്തുമാത്രം സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, അതിഥികളെ ആദരിച്ചിരുത്തുന്നു. ഇതുപോലെ തന്നെ ദൈവം കൂടെ വസിക്കുന്ന ഒരു ഭക്തന് നിരന്തരം ദൈവത്തെ ശുശ്രൂഷിക്കുന്ന ആ വലിയൊരു മനോഭാവത്തിലേക്ക് കടന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഈ ദാസൻ്റെ അടുക്കൽ വന്ന നിലയ്ക്ക് ഞാൻ കുറേ അപ്പം കൊണ്ടുവരാം, വിശപ്പടക്കിയിട്ട് യാത്ര തുടരാം. ആദ്യം കൈകാലുകൾ കഴുകുവാൻ വെള്ളം കൊടുക്കുന്നു. പിന്നെ അടുത്ത എന്താണ്? കാല് കഴുകാൻ വെള്ളം കൊടുത്തിട്ട് അടുത്ത പരിപാടി എന്താ? മരത്തണലിൽ വിശ്രമിക്കുന്നു. എന്നിട്ട് വീണ്ടും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വെറുതെ ഇരുത്തിയിട്ട് പറഞ്ഞു വിടുകയല്ല. കൂടുതൽ സ്നേഹമുള്ളവരോട്, കൂടുതൽ അടുപ്പമുള്ളവരോട് എന്താണ് ചെയ്യുന്നത്? അല്പം അപ്പം ഉണ്ടാക്കി കൊണ്ടുവരാം എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ കുറേ അപ്പം കൊണ്ടുവരാം, വിശപ്പടക്കിയിട്ട് യാത്ര തുടരാം. ആരെയും വെറുതെ വിടുന്നില്ല, ആരെയും വെറും കൈയോടെ പറഞ്ഞു വിടുന്നില്ല. 5 അപ്പം 5000 വിഭജിച്ചപ്പോൾ വചനം പറയുകയാണ്, യേശുക്രിസ്തുവിന് ആ ജനത്തോട് അലിവ് തോന്നി. ഇതേ മനോഭാവം തന്നെയാണ് ഈ അതിഥികളോട് അബ്രാഹത്തിനുണ്ടായിരുന്നു. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോൾ വിശക്കുന്ന വ്യക്തിക്ക് ആഹാരം കൊടുക്കുന്നു, ദാഹിക്കുന്ന വ്യക്തിക്ക്
കുടിക്കാൻ കൊടുക്കുന്നു, പരദേശിയെ സ്വീകരിക്കുന്നു. ഈ ദൈവീക പുണ്യങ്ങളാണ്, ഈ സുഹൃതങ്ങളാണ് അബ്രാഹാം ചെയ്യുന്നത്. ക്രിസ്തുവിന് 5 അപ്പം 5000 വിഭജിച്ചപ്പോൾ ഈ ജനക്കൂട്ടത്തെ വെറുതെ പറഞ്ഞു വിടുവാൻ പാടില്ല എന്ന് ശിഷ്യരോട് പറഞ്ഞ അതേ മനോഭാവം തന്നെ അബ്രാഹത്തിന് തൻ്റെ അടുത്ത് വന്ന അതിഥികളോട് ഉണ്ടാകുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ അവർക്ക് വേണ്ട എല്ലാവിധത്തിലുള്ള സ്നേഹപരിചരണങ്ങളും ബഹുമാനവും കൊടുത്തതിന് ശേഷം വീണ്ടും ഇതാ ഭക്ഷണം കൊടുക്കുന്നു. ഭക്ഷണം കൊടുത്താൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ കൂടെ കുടിക്കാനും കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. പാനീയവും ഉണ്ടാകും. അങ്ങനെ ഭക്ഷണപാനീയങ്ങൾ കൊടുത്ത് അവരുടെ വിശപ്പടക്കുവാൻ വേണ്ടി വ്യഗ്രത കൊള്ളുന്ന അബ്രാഹത്തെ നമ്മൾ കാണുകയാണ്. എത്രയോ ശാന്തതയോടുകൂടിയാണ് അബ്രാഹാം ഈ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അതിനുവേണ്ടി ഹൃദയത്തിൻ്റെ വലിയൊരു വ്യഗ്രത, ഹൃദയത്തിൻ്റെ വലിയൊരു താല്പര്യം, ആഗ്രഹം അവിടെ നമ്മൾ കാണുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ.